കാത്തിരിപ്പിനൊടുവിൽ തലശ്ശേരി മാഹി ബൈപ്പാസ് ഇന്ന് തുറന്നു നൽകും. അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രി ഓൺലൈനായാണ് ഉദ്ഘാടനം ചെയ്യുക. ഉദ്ഘാടനത്തോടെ ദേശീയപാതയിലെ നീണ്ട നാളത്തെ ഗതാഗത കുരുക്കിനാണ് പരിഹാരമാവുക. വിവരങ്ങളുമായി അർജുൻ ചേരുകയാണ്. അർജുൻ, നേരത്തെ 11 മണിക്കാണ് ഈ ഉദ്ഘാടന ചടങ്ങ് നിശ്ചയിച്ചിരുന്നത്. ഓൺലൈനായിട്ടുള്ള ഔദ്യോഗികമായ ചടങ്ങിന് നീണ്ടുപോവുകയാണ്. ഒപ്പം ഏറ്റവും ഒടുവിൽ ഈ ഒരു സമയം എന്നത് രീതിയിൽ തന്നെയാണ് നിശ്ചയിച്ചിരുന്നത്. ഒപ്പം മറ്റു വിവരങ്ങൾ കൂടി കുറച്ച് സൗണ്ട് കൂട്ടാവാം. അർജുൻ, കേൾക്കാമെങ്കിൽ എത്ര മണിക്കാണ് ഉദ്ഘാടനം നിശ്ചയിച്ചിട്ടുള്ളത്? മറ്റ് വിശദാംശങ്ങൾ കൂടി. കൂടി ഉദ്ഘാടനം ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരുന്നത്. എന്നാൽ ചെറിയ താമസമുണ്ട്. അല്പസമയത്തിനകം തന്നെ ഈ ബൈപ്പാസിന്റെ അടക്കം ഉദ്ഘാടനം ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് വിവിധ പദ്ധതികളുടെ വിവിധ ദേശീയപാതകളുടെ അടക്കം ഉദ്ഘാടനം ഇന്ന് നടക്കുന്നുണ്ട്. ആ ഒരു കൂട്ടത്തിലാണ് ഇപ്പോൾ ഈ കണ്ണൂർ ഈ മാഹി ബൈപ്പാസിന്റെ ഉദ്ഘാടനവും നടക്കുന്നത്. നമുക്കറിയാം, നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ്, വർഷങ്ങൾക്ക് അടക്കമുള്ള കാത്തിരിപ്പിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു ഉദ്ഘാടനം ഇവിടെ നടക്കുന്നത്. അതായത് 1300 കോടി രൂപ ചെലവഴിച്ചാണ് ഇങ്ങനെയൊരു ബൈപ്പാസ് ഇവിടെ നിർമ്മിക്കുന്നത് എന്നുള്ളത് കൂടി നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നത്, അതായത് സി രഘുനാഥ്, അതായത് കണ്ണൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി, BJP NDA സ്ഥാനാർത്ഥി സി രഘുനാഥ് റോഡ് ഷോ ആയി ഇങ്ങോട്ട് വരുന്നതാണ്. ഇവിടേക്ക് വരുന്നതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ ബൈപ്പാസിലേക്ക് വരുന്നതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ കെ സുരേന്ദ്രൻ ഇവിടെ എത്തുമെന്നായിരുന്നു നമുക്ക് പറഞ്ഞിരുന്നത്. പക്ഷേ കെ സുരേന്ദ്രൻ വരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ കിട്ടുന്ന വിവരം. പകരം അബ്ദുള്ള കുട്ടിയായിരിക്കും ഈ റോഡ് ഷോയിൽ പങ്കെടുക്കുക. അതായത് അപ്പുറത്തു നിന്നും പ്രഭുനാഥിന്റെ കൂടെ, അദ്ദേഹത്തിലുള്ള സ്ഥാനാർത്ഥിയുടെ കൂടി ആയിരിക്കും അബ്ദുള്ള കുട്ടി വരെ. നമുക്ക് സ്ഥാനാർത്ഥിയും ഇപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ സ്ഥാനാർത്ഥി ഇതിലൂടെ കടന്നു വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ആഘോഷ പരിപാടികൾ തന്നെയാണ് BJP ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അതായത് ഇത്തരത്തിലുള്ള ഒരു പാത, വർഷങ്ങൾക്ക് നീണ്ട ഒരു കാത്തിരിപ്പ്, അത്രയും വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിന് ശേഷം ഇവർക്ക് തിരക്കൊഴിയുന്നു. അല്ലെങ്കിൽ കൃത്യമായി തന്നെ എത്രയും പെട്ടെന്ന് തന്നെ മാഹി എത്തിച്ചേരുവാൻ, അതായത് കണ്ണൂരിൽ നിന്ന് മാഹി എത്തിച്ചേരാൻ കഴിയുന്നു. അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് നീങ്ങുന്നത്. നമുക്ക് NDA സ്ഥാനാർത്ഥി രഘുനാഥിനോട് തന്നെ ചോദിക്കാം. ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഇങ്ങനെയൊരു പാത വരുന്നത്. ഇത്രയും നാളായിട്ട് മറ്റു പാർട്ടികൾ ഇവിടെ ഭരിച്ചിട്ട് അത്തരത്തിലുള്ള പാത കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. എന്താണ്? 47 വർഷത്തെ ഉത്തര മലബാറിലെ ജനങ്ങളുടെ കാത്തിരിപ്പാണ് ഇന്ന് പൂർത്തീകരിക്കപ്പെടുന്നത്. 1977 ആദ്യമായി ഈ പാതയെക്കുറിച്ച് സംസാരിക്കുന്നത്. മോദിജിയുടെ 10 വർഷക്കാലത്തെ ഭരണത്തിന്റെ കേരളത്തോട് എങ്ങനെ ചേർത്ത് നിർത്തുന്നു കേരളത്തിലെ ജനങ്ങൾ എന്നുള്ളതിന്റെ തെളിവാണ് ഈ പാതയുടെ പൂർത്തീകരണം. കണ്ണൂരിലെ, പ്രത്യേകിച്ച് മലബാറിലെ ജനങ്ങൾക്ക് ഇതേറെ ഉപകാരപ്രദമായി തീരും. കഴിഞ്ഞ 4.25 ദശാബ്ദമായി ഇതിനു വേണ്ടി കേരളത്തിലെ ജനങ്ങൾ മുറവിളി കൂട്ടുന്നു. പക്ഷേ ഈ സ്വപ്നം പൂർത്തീകരിക്കുന്നത് മോദിജിയുടെ 10 വർഷക്കാലത്തെ ഭരണകൂടമാണ്. മോദിജിയുടെ ഗ്യാരണ്ടി കേരളത്തിന് എന്നുള്ള മുദ്രാവാക്യത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. മോദിജിയുടെ ഗവൺമെന്റ് കേരളത്തിലെ ജനങ്ങളെ എത്രമാത്രം ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഈ പാതയുടെ പൂർത്തീകരണം എന്ന് ഞാൻ കരുതുകയാണ്. തീർച്ചയായും നമുക്കറിയാം, തലശ്ശേരിയിൽ നിന്ന് മാഹിയിലേക്ക് എത്താൻ, അല്ലെങ്കിൽ വടകര ഭാഗത്തേക്ക് എത്താൻ, മുഴപ്പിലങ്ങാട് നിന്ന് വടകരയിലെത്താൻ ഇന്ന് 50 മിനിറ്റ് സമയമുണ്ട്, ആവശ്യമാണ്. ഗതാഗത കുരുക്കാണ്. മാഹി പോലെയുള്ള പ്രദേശങ്ങളിൽ ഗതാഗത കുരുക്ക് ഒരു പരിധിവരെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. ഇപ്പോൾ നമുക്കൊരു 15 മിനിറ്റ് കൊണ്ട് തലശ്ശേരിയുള്ള ജനങ്ങൾക്ക് വടകരയിൽ എത്തിച്ചേരാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിന് ഏറ്റവും വലിയ ഉപകാരമായി ഞാൻ കാണുന്നത്. തീർച്ചയായും ഇത്തരത്തിലാണ് എല്ലാവരുടെയും പ്രതികരണം. അതായത് എത്രയും പെട്ടെന്ന് തന്നെ മാഹിയിലേക്ക് ഇവിടെ നിന്നും എത്തിച്ചേരാൻ കഴിയും, തലശ്ശേരിയിൽ നിന്നും മാഹിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അരമണിക്കൂർ ആവശ്യമില്ല, അരമണിക്കൂറിൽ താഴെ ആ സമയം മതി. ഏകദേശം 20 മിനിറ്റോളം എത്തിക്കഴിഞ്ഞാൽ കൃത്യമായി തന്നെ തലശ്ശേരിയിൽ നിന്നും മാഹിയിൽ എത്തിച്ചേരാം എന്നുള്ളതാണ് ഈ ഒരു ബൈപ്പാസ് വന്നതിലൂടെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായി ഈ നാട്ടുകാർക്കുള്ളത്. പറഞ്ഞതുപോലെ തന്നെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയിലാണ്, വലിയ സന്തോഷത്തിലാണ്, ആഹ്ലാദത്തിലാണ്. അപ്പം അല്പസമയത്തിനകം തന്നെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി നിർവഹിക്കും.